പാഠ്യപദ്ധതിയിൽ പുതിയ വിഷയം ഉൾപ്പെടുത്താൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇംഗ്ലണ്ട്. കൗമാര ബന്ധങ്ങളിലെ അതിക്രമം തടയുന്ന വിഷയങ്ങൾ പഠിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ആഭ്യന്തര ഓഫീസിന്റെ പിന്തുണയോടെ യൂത്ത് എൻഡോവ്മെന്റ് ഫണ്ട് നടത്തിയ പഠനത്തിൽ ഇംഗ്ലണ്ടിലെയും വെലീസിലെയും യുവ കൗമാരക്കാരെ വൈകാരികവും ശാരീരികവും ലൈംഗികവുമായ ആക്രമണം, മാനസികവുമായ ദുരുപയോഗം, പിന്തുടരൽ, പീഡനം എന്നിവ കൈകാര്യം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ബന്ധങ്ങളിലെ ആക്രമണം തടയൽ പാഠങ്ങൾ പഠിപ്പിക്കണമെന്ന ശുപാർശ ഉയർന്നു വന്നത്. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ 2020 മുതൽ ബന്ധങ്ങൾ പഠിപ്പിക്കൽ, ലൈംഗികത, ആരോഗ്യ വിദ്യാഭ്യാസം എന്നിവയിൽ നിയമപരമായ മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും ആരോഗ്യകരവും അനാരോഗ്യകരമായ ബന്ധങ്ങളെ എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ ദോഷകരമായ ബന്ധങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ച് നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും അധ്യാപനം ലഭിക്കുന്നില്ല. ആദ്യപടിയായി പരിശീലനത്തിന് ബാഹ്യ പിന്തുണയ്ക്കോ വേണ്ടി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ ആക്രമണം നയിക്കുന്നതിന് സെക്കൻഡറി സ്കൂളുകൾ $8,000 നൽകുന്നതിന് ബന്ധങ്ങളിലെ പാഠങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു പൈലറ്റ് സ്കീം അതായത് YEF ശുപാർശ ചെയ്യുന്നു. ഈ പാഠങ്ങൾ സ്കൂളുകളിലുടനീളം എത്തിക്കുന്നതിൽ നടപ്പിലാക്കുന്നതിന് ചുറ്റുപറ്റുള്ള വലിയ വെല്ലുവിളികൾ ഒന്ന്, അവ ആവശ്യമാണെന്നും ഇത് കുട്ടികൾക്ക് സംഭവിക്കുന്നുണ്ടെന്നും അധ്യാപകരെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. YEF നടത്തിയ ഗവേഷണത്തിൽ ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന അധ്യാപകരിൽ 3 പേരും തങ്ങൾക്ക് ഒരു പരിശീലനവും ലഭിച്ചിട്ടില്ലെന്ന് അഭിപ്രായപ്പെടുന്നു. 4 പേർ അനാരോഗ്യകരമായ ബന്ധം എങ്ങനെ ഉപേക്ഷിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ആത്മവിശ്വാസമില്ലെന്നും അഭിപ്രായപ്പെടുന്നു. കുട്ടികൾ ലൈംഗികാതിക്രമത്തിന് സാക്ഷ്യം വഹിച്ചാൽ എങ്ങനെ ഇടപെടണമെന്ന് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പകുതിയോളം പേർ പറയുന്നത്. പാഠ്യപദ്ധതിയിലെ സമീപകാല പുരോഗതി ഉണ്ടായിട്ടും തങ്ങളുടെ ഗവേഷണത്തിൽ 50% യുവാക്കൾക്ക് മാത്രമാണ് ബോധവൽക്കരണ പാഠങ്ങൾ നല്ലതോ വളരെയധികം നല്ലതോ ആണെന്ന് പറഞ്ഞതെന്ന് സെക്സ് എഡ്യൂക്കേഷൻ ഫോറത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് പറയുന്നു.